വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ തമാശയുടെ ഒരു കണിക പോലും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തമാശ ആഗ്രഹിക്കുന്നവർ ഇപ്പം തന്നെ ഈ പരിപാടി നിർത്തിപ്പോണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് മുന്നറിയിപ്പ് നൽകാനുള്ളത്. നമ്മുടെ ഷെറിൻ്റെ കാര്യമാണ്. ഷെറിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. ചെങ്ങന്നൂരടുത്ത് ചെറിയനാട് എന്ന സ്ഥലത്ത് സ്വന്തം ഭർത്താവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്നു ഷെറി. ഭാസ്കര കാരണവർ എന്നു പേരുള്ള ഒരു കാരണവർ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമാന്യമുള്ള മകനെ ഒരു ദരിദ്ര കുടുംബാംഗമായ ഷെറിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ചെയ്യാറുള്ള ഒരു അതിക്രമമാണ്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഈ പോരായ്മയുള്ള കുട്ടിയെ ഭാര്യയെ കൊണ്ട് നോക്കിക്കാം എന്നുള്ള ചിന്താഗതിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഒരു പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അത് അത്ര വലിയ തെറ്റാണെന്നും പറയാൻ പറ്റുകയില്ല. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെറിന് ഭീകരമായിട്ട് ബോറടിച്ചു. അവർ മറ്റ് ബന്ധങ്ങൾ തേടിപ്പോയി. അത് കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. ഷെറിൻ ചെയ്ത ഒരു പുണ്യകർമ്മമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ സംഭവിച്ചു. ചില കൂട്ടാളികളുടെ സഹായത്തോടുകൂടി ഈ ഭാസ്കര കാരണവർ എന്ന് പറഞ്ഞ ചങ്ങാതിയെ കൊലപ്പെടുത്തി. ആ കുറ്റം കണ്ടുപിടിക്കപ്പെട്ടു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷിച്ചു. ഷെറിനും കൂട്ടാളികളും അറസ്റ്റിലായി. 2009 നവംബറിൽ നടന്ന കാര്യമാണ്. അന്ന് മുതൽക്ക് ഷെറിൻ ജയിലിൽ കഴിയുകയാണ്. ഈ വിചാരണ വേളയിലൊന്നും ഷെറിന് ജാമ്യം കിട്ടിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ. റിമാൻഡ് പ്രതിയായിരുന്നു. വിചാരണ കോടതി ഷെറിനെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ തള്ളി. ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ ശരിവെച്ചു. അന്ന് മുതൽക്ക് വീണ്ടും ജയിലിലാണ്. ആദ്യം റിമാൻഡ് പ്രതിയായിരുന്നു, പിന്നീട് കുറ്റവാളിയായി, ശിക്ഷാർഹയായി ജയിലിൽ തുടർന്നു. അങ്ങനെ 14 വർഷം പൂർത്തീകരിച്ചു. 14 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. ഇപ്പം എനിക്കിവിടെ നിന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. വീട്ടിലിരുന്ന് കേൾക്കുന്ന നിങ്ങൾക്കും അത് വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ജയിലിൽ പോയിട്ടുള്ളവർക്കറിയാം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ആകുമ്പോഴത്തേക്കും ഈ ജയിലിൽ കിടക്കുന്ന ആൾ വല്ലാത്തൊരു അവസ്ഥയിലായിട്ടു. അങ്ങനെ 14 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. 14 വർഷം 2023 നവംബറിൽ പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷമായി. ഇപ്പോൾ 24 കഴിഞ്ഞ് 25ആയി. 2025ആയി. അതിനിടയ്ക്ക് 14 വർഷം പൂർത്തീകരിച്ചവർക്ക് ജയിൽ മോചനത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാം. ഷെറിന് അപേക്ഷ കൊടുത്തു. നമ്മുടെ മനോരമക്കാരും മറ്റുമൊക്കെ പറയുന്നത് ഇവരുടെ അപേക്ഷ വളരെ വേഗത്തിൽ പരിഗണിക്കപ്പെട്ടു. മറ്റു പല ആളുകളുടെ അപേക്ഷ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ഇവർക്ക് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല പറയുന്ന മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ടു. ഒരു പക്ഷേ സജി ചെറിയാനായിരിക്കും ഇടപെട്ടത്. കാരണം അദ്ദേഹമാണ് സ്ഥലം MLA. ആരിടപെട്ടാലും ഇവരുടെ അപേക്ഷ പരിഗണിക്കപ്പെട്ടു. ജയിൽ ഉപദേശക സമിതി എന്ന് പറഞ്ഞു വന്നിട്ട് അവരുടെ ഉപദേശം ഷെറിന് അനുകൂലമാണ്. ഷെറിൻ്റെ കണ്ണൂർ ജയിലിലുള്ള പെരുമാറ്റം, സ്വഭാവം, സഹതടവുകാരോടും ജയിൽ അധികൃതരോടുമുള്ള ഇടപെടൽ അങ്ങേറ്റം മാതൃകാപരമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇനി ആ റിപ്പോർട്ട് തള്ളിക്കളയണം എന്ന് മനോരമയ്ക്കോ മാതൃഭൂമിക്കോ ഏഷ്യാനെറ്റിനോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. റിപ്പോർട്ട് ഷെറിന് അനുകൂലമാണ്. പിന്നെ ഷെറിൻ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നപ്പോൾ ചില ആൾക്കാരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെ വിയ്യൂർ ജയിലിലായിരുന്നപ്പോൾ ജയിലർമാരെ ധിക്കരിച്ചു എന്ന് കേസുണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ജയിൽ പുള്ളികൾക്കെതിരെ സാധാരണ വരുന്ന കുറ്റങ്ങൾ. സഹതടവുകാരെ ആക്രമിച്ചു, മാരകമായി പരിക്കേൽപ്പിച്ചു, അല്ലെങ്കിൽ ജയിലറെ തള്ളിയിട്ട് കൊലപ്പെടുത്തി, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ജയിലിനകത്ത് കഞ്ചാവ് കൂടുതൽ ഉപയോഗിച്ചു, മദ്യം ഉപയോഗിച്ചു എന്നൊക്കെയാണ്. ഇവിടെ അങ്ങനെയുള്ള ചാർജൊന്നുമില്ല. സഹതടവുകാരോട് വഴക്കുണ്ടാക്കി, അവരെ കണ്ടപ്പോൾ മുഖം വീർപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ഏതായാലും കണ്ണൂർ ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് ഷെറിന് അനുകൂലമാണ്. അത് ജയിൽ ഉപദേശക സമിതി പരിഗണിച്ചു. 14 വർഷം പൂർത്തീകരിച്ച ഷെറിനെ തുറന്നു വിടാനായിട്ട് മന്ത്രിസഭാ തലത്തിൽ തീരുമാനമായി. ഇതൊരു വലിയ തെറ്റാണ്, വലിയ പാതകമാണ്. ഇവരെ മരണപര്യന്തം ജയിലിലിടണം എന്നൊക്കെയാണ് ചില ആളുകളിലൂടെ പറയുന്നത്. ഇതിന് യാതൊരു യുക്തിയുമില്ല. ഒന്നാമത് ജീവപര്യന്തം കഠിന തടവ് എത്ര കൊല്ലമാണെന്ന് ഒരു സ്ഥലത്തും ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ 20 കൊല്ലം എന്നാണ് സങ്കല്പം. 14 വർഷം കഴിഞ്ഞാൽ ഇത് പുനഃപരിശോധിക്കാം, ശിക്ഷ ഇളവ് നൽകാം എന്നുണ്ട്. മുമ്പൊക്കെ എങ്ങനെയാണ് പരിപാടി എന്ന് വെച്ചാൽ ഓരോ കുറ്റവാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ ബന്ധമുള്ള കുറ്റവാളികൾ ഒന്നുകിൽ CPM-കാരായിരിക്കും, അല്ലെങ്കിൽ RSS-കാരായിരിക്കും. ഇപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്തു വെച്ചാൽ ഇളവ് പ്രഖ്യാപിക്കും. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികം പ്രമാണിച്ച് എല്ലാ ജയിൽ പുള്ളികൾക്കും ഓരോ വർഷം വീതം ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. നമ്മുടെ നയനാരി ഇരിക്കുന്ന സമയത്ത് ചെയ്താൽ, കരുണാകരൻ സാർ ഇരിക്കുന്ന സമയത്ത് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ അംബേദ്കറുടെ ജന്മശതാബ്ദി പ്രമാണിച്ച്
കുറ്റവാളികൾക്ക് ഈ കൊലക്കേസ് പ്രതികൾക്കെല്ലാം 1 വർഷം ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിൻ്റെ സന്തോഷ സൂചകമായിട്ട് എല്ലാ പ്രതികൾക്കും 3 മാസം ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഇളവ് കൊടുത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ കുറ്റവാളികൾക്ക് അധികം നാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ല. ജീവപര്യന്തം കഠിനാടവിന് ശിക്ഷിക്കപ്പെട്ട ആൾ ഏതാണ്ട് 8 കൊല്ലം കഴിയുമ്പോൾ പുറത്തു വരും. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഞങ്ങളുടെ ആലുവയിൽ സംഭവിച്ച ഒരു ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾ, അവർ ഏത് കാലത്ത് നമ്മൾ എവിടെ നോക്കിയാലും ഇവരെ കാണുമായിരുന്നു. 6 മാസം കൂടുമ്പോൾ ഇവർ പരോളിൽ വരും, അല്ലെങ്കിൽ ജാമ്യത്തിലിറങ്ങും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്പർ ഇറക്കിയിട്ട് പുറത്ത് വരും. ഏതാണ്ട് 7 കൊല്ലം 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ സ്വതന്ത്രരായി പുറത്ത് വരികയും കല്യാണം കഴിക്കും, മാന്യമായിട്ട് ജീവിതം നയിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഈ KT ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ BJP നേതാവിന് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയുണ്ടല്ലോ, പ്രദീപൻ എന്ന് പറഞ്ഞാണ് അയാളുടെ പേര്. ഇയാളുടെ വധശിക്ഷ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ജീവപര്യന്തമാക്കി കുറച്ചാണ്. അദ്ദേഹം എത്ര നാൾ ജയിലിൽ കിടന്നു നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകും. ഏറിയാൽ 7 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലം, അതിൽ കൂടുതൽ കിടന്നിട്ടില്ല. ഈ വിചാരണ കോടതി തൂക്കാൻ വിധിച്ച പ്രതിയാണ്. ഹൈക്കോടതി തൂക്കുശിക്ഷ ശരിവച്ചാണ് സുപ്രീം കോടതി ദയ തോന്നിയിട്ട് ജീവപര്യന്തമാക്കി കുറച്ചാണ്. ആ പ്രതി 14 കൊല്ലം കിടന്നിട്ടില്ല, ഞാൻ എഴുതി വെച്ചുതരാം. അത്രയും ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഈ ജീവപര്യന്തമൊക്കെ. ഇവിടെ 14 വർഷം പൂർത്തീകരിച്ചു. 14 വർഷം പൂർത്തീകരിച്ച പണ്ട് നമ്മുടെ മുണ്ടൂർ രാവുണ്ണിയെ പോലുള്ള നക്സൽ കേസിലെ പ്രതികൾ മാത്രമേ. അവർ 14 കൊല്ലം പൂർത്തീകരിച്ചപ്പോൾ 14 കൊല്ലമായിട്ടും ഇവരെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ പ്രതിപക്ഷ MLA-മാരും ഭരണപക്ഷ MLA-മാരും കൂടി ഒപ്പ് ശേഖരണം നടത്തി ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവി എന്നാൽ പിന്നെ വിട്ടുകളയാം എന്ന് തീരുമാനിച്ച് വിടുകയത്. വെള്ളത്തൂവൽ സ്റ്റീഫൻ്റെ ആത്മകഥ വായിച്ചറിയാം ആരാണ് അതിനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്, ആരാണ് ഇവരെ പുറത്തു വിടുന്നതിന് പ്രത്യേക താല്പര്യം കൊടുത്തത് എന്നാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പതിവുള്ളത്. ഷെറീനല്ല ആദ്യമായിട്ട് കൊലക്കേസിൽ പ്രതിയാകുന്ന വ്യക്തി, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് ഇവിടെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞല്ലോ, ഗണേഷ് കുമാർ പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഷെറീനെ പുറത്ത് വിട്ടത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ജ്യോതികുമാർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. ഇതേ ഗണേഷ് കുമാറിൻ്റെ പിതാവ് R ബാലകൃഷ്ണപിള്ള എത്ര നാൾ ജയിലിൽ കിടന്നു. VS അച്യുതാനന്ദൻ്റെ അവസാന സമയത്താണ് പിള്ള സാറിനെ ശിക്ഷിക്കുന്നത്. അദ്ദേഹം ജയിലിൽ പോകുന്നു. അദ്ദേഹം ജയിലിൽ പോയതിൻ്റെ പുറകെ തന്നെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരുന്നു. ഗണേശൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. മഹാനായ ഉമ്മൻചാണ്ടി അപ്പം തന്നെ ഇദ്ദേഹത്തെ രക്തത്തിൽ ഇരുമ്പിൻ്റെ അളവ് കൂടുതലാണ് എന്ന് കണ്ടെത്തി. ആ സത്യപ്രതിജ്ഞയുടെ പിറ്റേ ദിവസം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും. പിന്നെ പുള്ളി ജയിലിലേക്ക് പോയിട്ടില്ല. പിന്നെ പരോളാണ്, ജാമ്യമാണ്. ഒടുവിൽ ബാലകൃഷ്ണപിള്ളയെ തുറന്നുവിടാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത പ്രായത്തിൽ അധികമുള്ള എല്ലാ പ്രതികളെയും മോചിപ്പിക്കും. ബാലകൃഷ്ണപിള്ള മാത്രമല്ല, പുള്ളിക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരെയും തുറന്നു വിട്ടോടുകൂടിയിട്ട് ബാലകൃഷ്ണപിള്ളയുടെ രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം സാധാരണ നിലയിലാവും. പിന്നെ പുള്ളിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. പുള്ളി പിന്നെ പുലി പോലെ എത്രയോ കാലം ജീവിച്ചു. ഇതാണ് ജ്യോതികുമാറിൻ്റെ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി ചെയ്ത കാര്യം. ഇനി അതിലും പ്രസിദ്ധമായ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ നക്സലൈറ്റ് നേതാവ് വർഗീസിനെ വെടിവെച്ചു എന്ന കേസുണ്ടല്ലോ, വർഗീസ് കൊലക്കേസ്. അതിൽ പ്രതിയായിരുന്ന മുൻ IG ലക്ഷ്മണ, K ലക്ഷ്മണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, IPS-കാരനായിരുന്നു. അദ്ദേഹത്തെ വിചാരണ കോടതി ശിക്ഷിച്ചു. അദ്ദേഹം ജയിലിൽ പോയി. അദ്ദേഹത്തിൻ്റെ അപ്പീൽ ഹൈക്കോടതി നിരാകരിച്ചു. അദ്ദേഹം ജയിലിൽ തുടർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ പരിഗണനയിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തിന് പ്രായത്തിൻ്റെ ആനുകൂല്യം പരിഗണിച്ച് ജയിലിൽ നിന്ന് വിടാൻ തീരുമാനിച്ചു. ഈ ലക്ഷ്മണ എന്ന് പറഞ്ഞ പുങ്കവൻ എത്ര നാൾ ജയിലിൽ കിടന്നു? ഏറ്റവും കൂടി 5 കൊല്ലം കിടന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ കിടന്നിട്ടില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി ഇത്രയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച ആളുകളെ വിട്ടിട്ടുണ്ട്. അത്ര വലിയ തെറ്റൊന്നുമല്ല ഷെറിൻ ചെയ്തിട്ടുള്ളത്. ഷെറിൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുകയില്ല. പക്ഷെ 14 വർഷം പൂർത്തീകരിച്ച ഒരു പ്രതി, ഒരു കുറ്റവാളി, അവരെന്തിനാ ജയിലിലാക്കിയത്? മരിക്കുന്നവരെ ജയിലിടാൻ വേണ്ടിയിട്ടാണോ? ഗോവിന്ദചാമിയെ ആണെങ്കിൽ പോലും ഇത്ര അധികം കാലമൊന്നും ആരും ജയിലിടൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ തുറന്നു വിടും. ഇവിടെ ഭർത്താവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്, അതിന് കോടതി ശിക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. എന്ന് കരുതി മരണപര്യന്തം ജയിലിലിടണം എന്നൊക്കെ ചില ഊച്ചാളികൾ വിളിച്ചു പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഈ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ പുച്ഛം തോന്നുക. മനോരമയുടെ മാതൃഭൂമിയുടെ പത്രാധിപന്മാരാണോ തീരുമാനിക്കുന്നത് ഓരോരുത്തർ എത്ര നാളും ജയിലിലിടണം? ഇവിടെ ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിമർശകനാണ് ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ സർക്കാരിൻ്റെ കൂടെയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെയാണ്. പിന്നെ ഷെറിന് കിട്ടിയ ആനുകൂല്യം ഇതുപോലുള്ള മറ്റ് പ്രതികൾക്കും
തുല്യ നിലയിൽ ലഭ്യമാക്കണം എന്ന് മാത്രമേ എനിക്ക് അവരോട് ആകെ പറയാനുള്ളൂ. ഒരു നല്ല കാര്യം പിണറായി വിജയൻ ചെയ്താലും നല്ലത് തന്നെയാണ്. ഗണേഷ് കുമാറോ സജി ചെറിയാനോ ചെയ്താലും നല്ലത് തന്നെയാണ്. ഏതായാലും ഷെറിനെ ഇനിയും ജയിലിൽ അടച്ചിടണം എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു രീതിയിലും യോജിക്കാൻ പറ്റുകയില്ല. ഈ പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകരായ ഒരുപാട് പേർ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും എൻ്റെ വിരോധികളായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാണുന്ന എല്ലാ ആൾക്കാരും എതിരാളികളായാലും വിരോധികളായാലും എൻ്റെ അഭിപ്രായം ഇതാണ്, യാതൊരു മാറ്റമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.